അമേരിക്കയിൽ ഷട്ട്ഡൗൺ നിലവിൽ വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളെ താരിഫ് പ്രഖ്യാപനങ്ങളുമായി ഇടയ്ക്കിടയ്ക്ക് സംഘർഷത്തിലേക്ക് നയിക്കുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ട്രംപിന്റെ നാട്ടിൽ അവിടെ ഷട്ടർ വീണിരിക്കുന്നു. 6 വർഷത്തിനിടയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഷട്ട്ഡൗൺ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് സർക്കാരിന്റെ നടത്തിപ്പിനാവശ്യമായ പണം പാസാക്കാനുള്ള ബിൽ പാസ്സാകാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഷട്ട്ഡൗൺ. യുഎസിന്റെ പ്രാദേശിക സമയം 1-ാം തീയതി 12 മണിക്ക് ഇപ്പോൾ അവിടെ ഷട്ട്ഡൗൺ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അത്യാവശ്യ സർവീസുകൾ മാത്രമായിരിക്കും ഇനി നടക്കുക. നേരത്തെ യുഎസ് ഷട്ട്ഡൗണിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചന ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നതാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ധനബില്ല് പാസാക്കുന്നതിൽ യുഎസ് കോൺഗ്രസിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ധാരണയിൽ എത്തിയിരുന്നില്ല. ഇതിനുശേഷം ചർച്ചകൾ നടന്നെങ്കിലും പിന്നീട് തീരുമാനമാകാതെ പിരിഞ്ഞു. സെനറ്റിലേക്ക് കാര്യങ്ങൾ എത്തി. ഒരു താൽക്കാലിക ബില്ല് സെനറ്റിൽ പാസാക്കാനുള്ള നീക്കമാണ് നടന്നത്. യുഎസ് കോൺഗ്രസിന്റെ 2 പ്രതിനിധി സഭകളിലും ഇത്തരത്തിൽ നീക്കം നടന്നുവെങ്കിലും രണ്ടിടത്തും ഇത് പരാജയപ്പെടുന്നതാണ് കണ്ടത്. സെനറ്റിലെത്തിയപ്പോൾ അവിടെ 100 അംഗങ്ങളാണുള്ളത്. അതിൽ 60 പേരുടെയെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് ആ താൽക്കാലിക ബില്ല് പാസാക്കാൻ കഴിയുമായിരുന്നത്. പക്ഷേ അവിടെ ആ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഈ 2 സഭയിലും റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷമുണ്ട് എങ്കിൽ പോലും സെനറ്റിൽ 60 പേരുടെ പിന്തുണ എന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക്കൻസിന് തിരിച്ചടിയായത്. അത് ഡെമോക്രാറ്റുകളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അത്രയും വോട്ട് ശേഖരിക്കാൻ കഴിയൂ. അവിടെ ഡെമോക്രാറ്റുകൾ ആ പിന്തുണ നൽകിയില്ല. ഇതാണ് ഇപ്പോഴത്തെ ഈ ഷട്ട്ഡൗണിന്റെ സാഹചര്യം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ അടച്ചുപൂട്ടൽ ഉണ്ടായേക്കും എന്നത് വ്യക്തമായി കഴിഞ്ഞിരുന്നു. ട്രംപ് തന്നെ അതിന്റെ സൂചനകളും നൽകിയിരുന്നു. ഇപ്പോൾ അർദ്ധരാത്രി 12 മണി മുതൽ ആ ഷട്ട്ഡൗൺ അവിടെ നിലവിൽ വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഷട്ട്ഡൗൺ എന്നത് നമ്മൾ ഒന്നുകൂടി വിശദമായി പരിശോധിച്ചാൽ, സർക്കാർ സേവനങ്ങൾ അവശ്യ സേവനങ്ങളല്ലാതെ മറ്റെല്ലാം നിർത്തിവെക്കുന്ന സാഹചര്യത്തെയാണ് ഷട്ട്ഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഏജൻസികൾ ആവശ്യമില്ലാത്ത എല്ലാ സേവനങ്ങളും ഈ ഘട്ടത്തിൽ നിർത്തും. പാസ്പോർട്ട് അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്നത് മുതൽ സൈനികരുടെ ശമ്പളത്തെ വരെ അത് നമ്മൾ പ്രത്യേകം കാണണം. സൈനികരുടെ ശമ്പളത്തെ വരെ ഇത് ബാധിക്കും. തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ വേണമെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും. പോസ്റ്റൽ സർവീസ് പതിവ് പോലെ പ്രവർത്തിക്കുമെന്നതാണ് പക്ഷേ ഇപ്പോൾ അറിയുന്നത്. ബുക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കണക്കനുസരിച്ച് ഫെഡറൽ ജീവനക്കാരിൽ ഏകദേശം 25% വരെയും ഈ ഷട്ട്ഡൗൺ ബാധിക്കുമെന്ന് പറയുന്നു. അതായത് 5 ലക്ഷത്തോളം പേരെ ഈ ഷട്ട്ഡൗൺ ബാധിക്കാൻ പോകുന്നു എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. ജീവനക്കാരെ പിരിച്ചുവിടും എന്ന ഭീഷണി ട്രംപ് തന്നെ ഉയർത്തിയിട്ടുണ്ട്. അത് ഈ ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ അവരെ പിരിച്ചുവിടുമെന്ന ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആംബുലൻസ് ജീവനക്കാർ, എയർ ട്രാഫിക് കൺട്രോളർമാർ തുടങ്ങിയ അവശ്യ സർവീസിലുള്ളവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. താൽക്കാലിക ജോലിയുമായി മുന്നോട്ട് പോകുന്നവരെ ഈ സാഹചര്യം സാരമായി ബാധിക്കും. ഇവർക്ക് ഷട്ട്ഡൗൺ കഴിഞ്ഞ് മാത്രമേ പിന്നീട് പണം കിട്ടുകയുള്ളൂ. ഇങ്ങനെ സകലമാന മനുഷ്യരെയും ബാധിക്കുന്ന വിഷയമാണ് ഷട്ട്ഡൗൺ. നമുക്കറിയാം, സർക്കാർ പണം ചെലവാക്കാനില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സൈനികരെ പോലും അത് ബാധിക്കും എന്ന തലത്തിലേക്ക് വന്നു നിൽക്കുന്നു. എല്ലാ മുൻഗണനാ പദ്ധതികളും ഇല്ലാതാക്കും എന്നത് ഈ ഷട്ട്ഡൗൺ ഉറപ്പായതിനു ശേഷം ട്രംപ് പറഞ്ഞിരുന്നതാണ്. പൊതുമേഖലാ ജീവനക്കാരെ പിരിച്ചുവിടും. അവർ ഈ സാഹചര്യത്തെ മനസ്സിലാക്കി ജോലി ചെയ്യാൻ മുന്നിൽ വന്നില്ല എങ്കിൽ പിരിച്ചുവിടുമെന്നതാണ് പറഞ്ഞത്. തങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല, ഇതൊരു അവസരമാണ് എന്ന് ട്രംപ് പറയുന്നു. നമുക്കറിയാം, എല്ലാ രാഷ്ട്രങ്ങളെയും ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന അതേ സ്വരത്തിൽ തന്നെയാണ് ആഭ്യന്തരമായി അമേരിക്ക നേരിടുന്ന ഈ വിഷയത്തിലും ട്രംപ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് നമ്മൾ കാണണം. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നും ഈ പ്രതിസന്ധിയുടെ ഭാഗമായി ഡെമോക്രാറ്റുകൾ പിന്തുണയ്ക്കുന്ന പല ഫെഡറൽ പദ്ധതികളും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുമൊക്കെയാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നത് ട്രംപ് സൂചിപ്പിക്കുകയാണ്. അത് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് കൊണ്ടുവച്ച അവർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതികളെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്ന ഭീഷണിയാണ് ട്രംപ് നൽകുന്നത്. നമുക്കറിയാം, മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ഡെമോക്രാറ്റുകൾ ആവിഷ്കരിച്ചതാണ്. അതിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിർത്തിവെക്കാൻ ട്രംപ് ആലോചിക്കുന്നത്. ഈ സാഹചര്യം അതിന് പ്രയോജനപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ട്രംപിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. feet by, but had nothing to do with him.
we could come up and through this whole thing, you know, because I don't know, we'll probably have a shutdown because one of the things they want to do is they want to give incredible Medicare, the Cadillac Medicare to illegal immigrants. And what that does is it keeps them coming into our country, and like they do in California, and no country can afford that, no country. So, you know, it's been an amazing thing. They are shutting it down. We're not shutting it down. We don't want it to shut down. 1981 ശേഷം 15ാം തവണയാണ് ഷട്ട്ഡൗണിലേക്ക് അമേരിക്ക നീങ്ങുന്നത്. അത് ട്രംപിന്റെ കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കണം. അതിനെ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് ട്രംപ് നേരിടുന്നത് എന്നതാണ് കണ്ടത്. ഡെമോക്രാറ്റുകൾക്കെതിരെ ആയുധമാക്കുമെന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇതിൽ അവരുടെ ആരോഗ്യരക്ഷാ പദ്ധതിയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്നത് വ്യക്തമാണ്. നമുക്കറിയാം വലിയ ആഘാതങ്ങൾ, ഇതിന്റെ ആഘാതം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഷട്ട്ഡൗൺ എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നതാണ് ഇതിന്റെ ആഘാതം തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള, ഇതിനു മുൻപുണ്ടായിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൗൺ എന്ന് പറയുന്നത് ഏതാണ്ട് 35 ദിവസം ആയിരുന്നു അമേരിക്കയിൽ ഷട്ട്ഡൗൺ ഉണ്ടായിരുന്നത്. പല പദ്ധതികളും നിർത്തിവെക്കുന്നതും അവശ്യ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം പണം ചെലവഴിക്കുന്നതുമായ ഒരു സാഹചര്യം 35 ദിവസം ഒരു രാജ്യത്ത് നീണ്ടു നിന്നു. എന്നാൽ ഇപ്പോഴത്തേത് ഏതാണ്ട് 7 ആഴ്ച നീണ്ടു നിൽക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൗണിലേക്ക് ഇത്തവണ അമേരിക്ക പോകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഇത് വലിയ രീതിയിൽ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഒരു തരത്തിലും ആ ഏർപ്പെടുത്തുന്ന രാജ്യത്തെ മാത്രമല്ല ബാധിക്കുക, അമേരിക്കയെയും തന്നെ ബാധിക്കുന്നുണ്ട്. അവിടെ ആഭ്യന്തരമായി അതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക രംഗം വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ ഷട്ട്ഡൗൺ കൂടി വരുന്നത് എന്നത് ഓർക്കണം. മറ്റ് H-1B വിസയുമായി ബന്ധപ്പെട്ടായാലും ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം മൂലമായാലും ഒക്കെ വലിയ രീതിയിൽ ഉലച്ചിൽ നേരിടുന്നുണ്ട് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ. ആ ഒരു സാഹചര്യത്തിൽ ഷട്ട്ഡൗൺ കൂടി വരികയാണ്. അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നത് അറിയാത്ത ഒരു സാഹചര്യം കൂടി വരുമ്പോൾ അത് തീർച്ചയായും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുന്നുണ്ട് എന്നതാണ് കണക്കുകൾ വരുന്നത്. അത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഫെഡറൽ റിസർവിന്റെ പലിശ വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഫെഡറൽ റിസർവ് കടന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതിനെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ട്രംപ് ഈ വിധത്തിലുള്ള പകരം വീട്ടലുകൾക്കുള്ള അവസരങ്ങൾ കൂടി വിനിയോഗിക്കുന്നത്. എന്തായാലും ട്രംപിന് ഡെമോക്രാറ്റുകളെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് ഷട്ട്ഡൗണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ട്രംപ് അതിനെ ഒരു അവസരമാക്കി എടുക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് അത് ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. അത് എത്ര നാൾ നീണ്ടു നിൽക്കുന്നു എന്നത് അതിൻ്റെ ആഘാതം കൂട്ടും. വളരെ പെട്ടെന്ന് അത് പരിഹരിക്കാനായാൽ ഒരു തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിയുമെന്ന് വേണം മനസ്സിലാക്കാൻ.